തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഉണ്ട് എന്നാണ്. മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമമുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നത്. അതിലാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വലിയ പ്രതിഷേധമാണ്. എന്താണ് സംഭവിക്കുന്നത്? സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ തുടർച്ച എന്നോണമാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. നേരെ വന്ന പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിടാനായുള്ള ശ്രമം നടത്തി. ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പക്ഷേ ഈ പ്രവർത്തകർ ഇതുവഴിക്കും പിരിഞ്ഞു പോകാനായി തയ്യാറായിട്ടില്ല. നിലവിൽ ഈ പ്രവർത്തകർ ഇവിടെ തന്നെ നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ച്, ആ മാർച്ച് പിന്നീട് ഈ ഓഫീസിൻ്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM പ്രവർത്തകർക്ക് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് പിന്നീട് ഒരു സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. രണ്ട് സംഘങ്ങളും, അതായത് CPM പ്രവർത്തകരും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിലയുറപ്പിച്ചു. അതിനുശേഷം അതേ സമയത്ത് തന്നെ BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് വന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. അതിൽ ഇവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന് ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പാർട്ടി ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ മാർച്ച് നടത്തി. ശരി, വലിയ പ്രതിഷേധം ഉയരുകയാണ്. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്.